എല്ലാവർക്കും നമസ്കാരം. എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷക്കാലമായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ മോണിറ്റൈസേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ആ രീതിയിൽ എന്നെ കുറച്ച് പേർക്കറിയാം. എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഞാൻ എന്നെ എങ്കിലും ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഒരു അംഗൻവാടി ടീച്ചറാണ്. 26 വർഷം മുമ്പ് അംഗൻവാടി ജോലിയിൽ പ്രവേശിച്ചതാണ്. അന്നത്തെ ശമ്പളം ഓണറേറിയം വെറും 700 രൂപയായിരുന്നു. ഇന്നത് ഇപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിസഭ കയറിയപ്പോൾ ഒരു 1000 രൂപ കൂട്ടിയത് കൂടി 16,000 രൂപയിലേക്ക് എത്തി നിന്നിട്ടുണ്ട്. എങ്കിലും അന്നത്തെയും ഇന്നത്തെയും പൈസയുടെ മൂല്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെ. ഒരല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, അതില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പുതിയ ഒരു മന്ത്രിസഭയെ കാത്തിരുന്നത്. അപ്പോൾ തന്നെ ഫസ്റ്റ് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പറഞ്ഞു, ആശാ വർക്കർമാർക്ക് 3000 രൂപ, അംഗൻവാടി പ്രവർത്തകർക്ക് 1000 രൂപ, പാചക തൊഴിലാളികൾക്ക് 1000 രൂപ, ഈ രീതിയിലാണ് കൂടുതലായിട്ട് തരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അംഗൻവാടി 1975 ഉണ്ടായതാണ്. വർഷങ്ങൾ 10-50 കഴിഞ്ഞിരിക്കുന്നു. ആശാപ്രവർത്തകർ നമ്മുടെ സഹോദര തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കും മെച്ചപ്പെട്ടൊരു വേതനം കിട്ടണം. പക്ഷെ അവർ വന്നത് 2015 തോന്നുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഞങ്ങളേതാണ്ട് 10-50 വർഷം കഴിഞ്ഞു ഈ മേഖലയിലേക്ക് എത്തിയിട്ട്. ഞങ്ങളുടെ ഹോണറേറി അന്നും ഈ 700 രൂപ ഉണ്ടായിരുന്നപ്പോഴും 3 സൈൻ ചെയ്താലാണ് ഈ പൈസ നമുക്ക് ഒന്നിച്ച് കിട്ടുക. അന്ന് നമ്മുടെ ഒരു പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ട്, ആ മാസം ആദ്യം. ആ മീറ്റിങ്ങിലാണ് നമുക്ക് ഈ പൈസ തരുന്നത്. 3 രജിസ്റ്ററിൽ സൈൻ ചെയ്യണം, അപ്പോഴാണ് ഈ പൈസ കിട്ടുക. ഇപ്പോൾ 3 ഗഡുക്കളായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, ഇന്ന് ദിവസം 22 ഈ മാസം അവസാനത്തിലേക്ക് എത്തിയിട്ടും നമുക്ക് മാസം ആദ്യം കിട്ടേണ്ട പൈസ ഇതുവരെ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അംഗൻവാടി പ്രവർത്തകരുടെ സാമ്പത്തിക ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് 3 ഗഡുക്കളായിട്ട് തരുന്ന പൈസയിൽ ആദ്യം ഒരു ഗഡു വരും. അത് ഏകദേശം തീർന്നു കഴിയുമ്പോൾ അടുത്തത് വരും. പിന്നെ ഇപ്പോൾ മാസം അവസാനം എത്തുമ്പോഴത്തേക്കും അടുത്തത് വരും. ഇപ്പം നമുക്ക് 14,500 രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപ ക്ഷേമനിധിയിലേക്ക് പോകും. അപ്പോൾ ഈ 14,500-ൻ്റെ കൂടെയാണ് ഇപ്പോൾ സർക്കാർ ഒരു 1000 രൂപ കയറിയപ്പോൾ തന്നെ ഒരു ആശ്വാസ തുക എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അന്ന് കയറുമ്പോൾ കൊച്ചു കുട്ടികളെ മാത്രം നോക്കിയാൽ മതി. രാവിലെ അംഗൻവാടിയിൽ വരിക, അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ. അന്ന് ഈ മോർണിംഗ് സ്നാക്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നില്ല. ഉച്ചക്കഞ്ഞി കൊടുക്കുക, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ജനറൽ ഫീഡിങ് കൊടുക്കുക. 3:30 ആകുമ്പോഴത്തേക്കും ദേശീയഗാനം പാടി കുട്ടികളെ പേരൻസിൻ്റെ ഒപ്പം പറഞ്ഞയക്കുക. പിന്നെ അത്യാവശ്യം ഹൗസ് വിസിറ്റ് ഉണ്ട്. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ പോയി നമ്മൾ അവരുടെ ക്ഷേമ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുക. അതായിരുന്നു ആദ്യകാലങ്ങളിലെ പരിപാടി, ഞങ്ങളുടെ പ്രവർത്തനം. പിന്നെ 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 നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഓരോ ഭാരങ്ങളിങ്ങനെ വന്ന് 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 ഏതാണ്ട് നമ്മൾ 100% നമ്മുടെ തല താഴ്ത്തി കൊടുത്തിരിക്കുകയാണ്. അംഗൻവാടി പ്രവർത്തകയിലുള്ള ജോലി എന്തൊക്കെയെന്ന് പറയാൻ പറ്റില്ല. അത്ര തരം ജോലികളുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യണം, പഞ്ചായത്ത് പറയുന്ന എല്ലാം ചെയ്യണം, കട്ടിൽ വിതരണം അടക്കം എല്ലാം ചെയ്യണം. പിന്നെ ക്ഷേമ പെൻഷനുകൾ അത് അന്വേഷിച്ച് ആ വിവരങ്ങൾ കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ കാലത്ത് കയറിയ ആളുകൾക്കൊന്നും അധികം വിദ്യാഭ്യാസമില്ല. പ്രത്യേകിച്ചും ഈ മൊബൈൽ വർക്ക് ചെയ്യാനുള്ള അത്ര പ്രാവീണ്യം ഉള്ളവരല്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയാണ് ഇപ്പോൾ നടന്നത്.
ഇന്ന് നമുക്ക് കുട്ടികളുടെ കൂടെ ചിലവഴിക്കാനുള്ള സമയം കണ്ടെത്തണം. അത്ര കണ്ട് ജോലി ഭാരമുണ്ട്. ഏരിയയിലുള്ള കുട്ടികളുടെ മൊത്തം തൂക്കം നോക്കണം, അത് തിരിച്ചെഴുതണം, ഹൈറ്റ് വെയിറ്റ് തിരിച്ചെഴുതണം. ഗർഭിണികളായാൽ അവരുടെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് അവരെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ കൗമാരപ്രായക്കാരുടെ വയോജനങ്ങളുടെ കാര്യം എന്ന് വേണ്ട, എന്തൊക്കെ നമ്മളിലേക്ക് തരാനായിട്ട് പറ്റുമോ അതെല്ലാം നമ്മളിലേക്ക് തരുന്നുണ്ട്. കണക്കുകൾ ഒക്കെ പോപ്പുലേഷനിൽ, നമ്മുടെ പോപ്പുലേഷൻ ഇത്ര ജനസംഖ്യ ഉണ്ടാവും, ആ ജനസംഖ്യയിലെ എല്ലാ കാര്യങ്ങളും അത് പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിലുള്ള എന്ത് കാര്യം നമ്മൾ ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് ബൈഹാർട്ടാണ്, നമ്മളത് കൈകാര്യം ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒക്കെ പോകുന്നു ഈ കാര്യങ്ങൾ. നല്ല ജോലി ഭാരമുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അംഗനവാടിക്ക് ഗ്യാസാണിപ്പോൾ. അന്ന് കാലത്ത് ഗ്യാസ് ആയിരുന്നില്ല, വിറകായിരുന്നു. ഇപ്പോൾ ഗ്യാസാണ്. ഗ്യാസ് വാങ്ങണം. ഒരു 200-500 നോട്ട് പൊട്ടിച്ചാലാണ് നമുക്ക് ഒരു കുറ്റി ഗ്യാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്ന് പോകണം? നമ്മുടെ ഈ കിട്ടുന്ന ഈ വിഹിതത്തിൽ നിന്ന് പോകണം. എങ്ങനെ നമുക്ക് കിട്ടുന്നത്? 3 ഗഡുക്കളായിട്ട്. അതിലൊരു ഗഡുവിൽ നിന്നും 1000 രൂപ അങ്ങനെ മാറ്റണം. പിന്നെ തേങ്ങ, പച്ചക്കറി, കറണ്ട് ബില്ല്, വാടക, കെട്ടിടമാണെങ്കിൽ വാടക, ഇതെല്ലാം നമ്മളുടെ ഈ കയ്യിൽ നിന്നും പോകും. ഈ നിശ്ചിത തുക കിട്ടുന്നതിൽ നിന്നും പോകും. പിന്നീട് നമുക്കത് എപ്പോഴെങ്കിലുമൊക്കെ മാറി നമ്മുടെ കൈകളിലെത്തും. അപ്പോൾ നമ്മൾ ഓരോരുത്തൊരു ജോലിക്ക് പോയാൽ ഒരു 10,000 രൂപയാണെങ്കിലും ആ 10,000 രൂപ നമ്മുടെ കയ്യിൽ ഒന്നിച്ച് കിട്ടുമ്പോൾ അതുകൊണ്ട് നമുക്ക് കണക്ക് കൂട്ടലുണ്ടാവും. ബഡ്ജറ്റ് വാങ്ങിയത് കൊടുക്കണം, കുറി അടയ്ക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിൽ ഒന്നിച്ച് കിട്ടുകയാണ്. നമുക്കതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗൗളി ചരയ്ക്കുന്നു. ഇത് ഒരു ഗഡു കിട്ടുമ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്ത ഗഡുപ്പോൾ വരുമല്ലോ, എവിടെ വരുന്നു? അത് കൈ കിട്ടുമ്പോഴത്തേക്കും അതിനുള്ളതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടങ്ങളാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ 3ാമത്തെ ഗഡു വരുന്നത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് 22-ാം തീയതി ആയിട്ടും ഈ കഴിഞ്ഞ മാസത്തെ ആ പൈസ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന വിധവകളുണ്ടാവും. ഞാനൊരു വിധവയാണ്. 2 പെൺമക്കളുണ്ടായിരുന്നു, അവരൊക്കെ കെട്ടിച്ചയച്ചു. ആ കഥകളൊന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ കുടുംബം നോക്കുന്ന ഒരു അമ്മ അംഗൻവാടി വർക്കറാണെങ്കിൽ തോറ്റു പോവുള്ളൂ. വീട്ടിലെന്തെങ്കിലും മൂലധനം ഉണ്ടാവുക, എന്തെങ്കിലും പറമ്പാതായം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു തൊഴിലുണ്ടാവുക, മക്കൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവുക, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു വരുമാനം ഇതിൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു ഗൗളി ഇങ്ങനെ ചർച്ചോണ്ടിരിക്കുക, നല്ലൊരു മാനസികാവസ്ഥയാവണം ഈ വർക്ക് മുഴുവനായിട്ട് ചെയ്യണമെങ്കിൽ. ആ മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ഈ വക കടബാധിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്ക് ഒരു 25 രൂപ വർക്കർക്ക്, ടീച്ചർക്ക് ഒരു 20 രൂപ കൂടെ ജോലി ചെയ്യുന്ന ഹെൽപ്പർക്ക്, അങ്ങനെ 2 ആളുകളാണ് ഒരു അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം മാന്യമായ ഇങ്ങനെയൊരു തുക കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ, ഞാനെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ദൗത്യം കൈകാര്യം ചെയ്യുന്ന കാര്യം 100% ഉറപ്പാണ്. ഞങ്ങൾ ഈ ഇല്ലായ്മയിൽ നിന്ന് പോലും ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും അനുസരണയോട് കൂടി മാത്രം. എന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ശമ്പളം തരാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ ഒരു ടീച്ചറിൻ്റെ ഒരു മെസ്സേജ് കണ്ടു, മാഡം 3ാം ഗഡു വന്നിട്ടില്ല എന്ന്, ഒരു ബഹുമാനത്തോടു കൂടി തന്നെ. അതാണ് ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർ. ഞങ്ങൾ ഒരിടത്തും ഒരു ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുകയോ ഒരു ധിക്കാരമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്യുന്ന ഒരു കൂട്ടരല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ആരും അറിയാതെ പോകുന്നത്. ഒരു സമരം ചെയ്യാനോ ഈ കിട്ടുന്ന പൈസ പോരാ എന്ന് മുറവിളി കൂട്ടിയിട്ടില്ല ഞങ്ങൾ ഇതുവരെ. അപ്പോൾ മുറവിളി കൂട്ടുന്നവർക്ക് കരയുന്ന കുഞ്ഞിന് പാലുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർ കരയാറില്ല, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാറയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതേപോലെ പുതിയ ഞങ്ങളെ ഈ പാവങ്ങളായിട്ടുള്ള അംഗൻവാടി പ്രവർത്തകരെ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും
അതിനനുസരിച്ചുള്ളൊരു വേതനം ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.